പ്രൈസ്തലോടും ഹല്ലേലൂയൊക്കെ പറയുമ്പോൾ അറിയാതെ നമ്മുടെ ആത്മമണ്ഡലത്തിലൊരു ഉണർവിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം തരുന്ന കാലമാണ് നോമ്പുകാലം. ഇപ്പം ഈ നോമ്പുകാലത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആത്മമണ്ഡലത്തിലെ ഒരു വിഷയമാണ്. കാരണം ബൈബിൾ എപ്പോഴും സംസാരിക്കുന്നത് ആത്മീയ മണ്ഡലത്തിലെ വിഷയങ്ങളാണ്. കാരണം എന്താണെന്നറിയോ? ആത്മമണ്ഡലം തുറന്നാൽ നമ്മിൽ വലിയൊരു ശക്തി പ്രകടമാകും. പിന്നീട് നമ്മുടെ ജ്ഞാനം തുറക്കും, ഓർമ്മശക്തി തുറക്കും, ഏകാഗ്രത തുറക്കും. നമുക്ക് നമ്മളിലേക്ക് ആളുകൾ അടുക്കാൻ തുടങ്ങും. സമ്പത്ത്, രാജ്യത്തെ ദൈവം കുലുക്കും. സമ്പത്ത് നമ്മുടെ അടുത്തേക്ക് വരും. എല്ലാ മേഖലകളിലും പ്രിയപ്പെട്ടവരെ വളർച്ച ഉയർച്ച ഉണ്ടാകുന്നത് സ്പിരിച്വൽ വേൾഡ് തുറന്നു കിട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് SQ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്, സ്പിരിച്വൽ കോഷ്യൻസ്. IQ ഉണ്ട്, ബുദ്ധിയുടെ മണ്ഡലമാണ്, ഇന്റലിജന്റ് കോഷ്യൻസ്. പിന്നീട് IQ, EQ എന്ന് പറയുന്നത് ഇമോഷണൽ കോഷ്യൻസ്, വൈകാരിക മണ്ഡലം, മനോമണ്ഡലമാണ്, വൈകാരിക പക്വത. അങ്ങനെ സാഹിത്യകാരന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, നല്ല ഉപദേശം തരുന്നവരുണ്ട്, ടീച്ചേഴ്സുണ്ട്, അധ്യാപകരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. ഇതൊക്കെ മനോമണ്ഡലം നല്ല മോട്ടിവേഷൻ തരുന്നവരുണ്ട്, EQ. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു മണ്ഡലമുണ്ട്, അതാണ് SQ.